ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലവ് ഷോർ 2008. സോ ഗൈസ്, ഇന്ന് കാണിക്കുന്നത് ഞാനും ഡാഡിയും എൻ്റെ മോളും ചേർന്ന് ഒരുമിച്ച് പോയ ഒരു സന്തോഷകരമായ യാത്രയെക്കുറിച്ചാണ്. ഞങ്ങൾ എറണാകുളത്ത് പോയതാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റി കുറഞ്ഞ ദിവസത്തിനുള്ളിൽ. വെറും ഒരു ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങളിൽ പോയത് കേട്ടോ. വളരെ ഓർമ്മിക്കാൻ കഴിയുന്ന ഒരുപാട് മൊമെൻറ്റ്സ് തന്ന ഒരു യാത്രയായിരുന്നു ഇത്. ഞാനൊരു എക്സാമിന് വേണ്ടി പോയതാണ്. എന്തായാലും ഡാഡിയുടെയും മോളുടെയും കൂടെ അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഓൾറെഡി ഞാനും ഹസ്ബൻഡും മോളും എല്ലാം ഈ സ്ഥലത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഡാഡിയുടെ പോലുള്ള യാത്ര അത് സ്പെഷ്യൽ തന്നെയാണ്. ഡാഡി അങ്ങനെ പുറത്തൊന്നും ഇറങ്ങുന്ന ഒരാളല്ല. പക്ഷേ ഇതിപ്പോൾ എനിക്ക് എക്സാം ആയതുകൊണ്ട് ആൾ കൂട്ടുവന്നതാണ്. എന്തായാലും എൻ്റെ എക്സാമിൻ്റെ പേരും പറഞ്ഞ് ഡാഡിക്കും മോൾക്കും ഒരു എൻജോയ്മെൻറ്റായി. വീട്ടിന് പുറത്തിറങ്ങാത്ത ആളാണ്. പക്ഷെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓരോരോ സ്ഥലങ്ങളും കാണുമ്പോൾ ഡാഡിയുടെ ആ ഒരു ആകാംക്ഷ നിറഞ്ഞ മുഖം എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് ഡാഡിയെ കാണിക്കണമെന്നുണ്ട്. കൂടെ കൊണ്ടുപോയി അതിനെന്തായാലും ദൈവം അവസരം ഒരുക്കട്ടെ. പിന്നെ മോളുടെ എക്സൈറ്റ്മെൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഒരു ആവേശമാണ്. പിന്നീട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. സീ ഫുഡാണ് ഞങ്ങൾ പ്രിഫർ ചെയ്ത് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ കൊടുത്ത കാശിന് അത്രയും അടിപൊളിയായിരുന്നു ഫുഡ്. അതിനുശേഷം അവിടെ ഒരു പാലിദ്വീപ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി അതിനകത്ത് കയറിയപ്പോൾ സമയം പോയി പറഞ്ഞത് ഒത്തിരി എൻജോയ് ചെയ്തു. ഒത്തിരി കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് കാഴ്ചകൾ അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ അക്വേറിയം ആയിരുന്നു കേട്ടോ. ഒരു ഫിഷ് അക്വേറിയം അവിടെ നിന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും വേറെ ഏതോ വേൾഡിൽ എത്തിപ്പെട്ട ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ അക്വേറിയം ഈ ഒരു സെറ്റപ്പിൽ കാണുന്നത്. ഞാനും ഡാഡിയും മോളും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും എൻജോയ് ചെയ്തു. കുട്ടികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഒരുപാട് ഗെയിംസും അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. മോളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നീട് പോകാൻ സമയമായി. നേരെ മെട്രോയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.